ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് കിംബോമിന് വേണ്ടി വാങ്ങിച്ചോണ്ടെന്ന് ബീഫല്ല ഇവർ അടിച്ചു വരി കഴിച്ചാണ്. അങ്ങനെ അതറിഞ്ഞ് സാഗിയാണ് ഇവരോടൊക്കെ ദേഷ്യത്തി അവരെ ചോദ്യം ചെയ്തോണ്ടിരിക്കും. ഗൈസ്, നിങ്ങൾക്കൊക്കെ നാണമാനൊന്നില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചോണ്ടുന്ന ബീഫ് നിങ്ങളൊക്കെ വെട്ടിവരി കഴിക്കുന്നു. എന്നിട്ട് അവൻ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത് കേട്ട് അവരെല്ലാരും കൂടെ, ഓ ഞങ്ങൾ ഏത് ബീഫ് കഴിച്ചെന്ന് പറഞ്ഞാ? ഇന്നലെ നീ ബിയറിലെ വാങ്ങിച്ചോണ്ടെന്ന്, പിന്നെങ്ങനെ ഞങ്ങൾ ബീഫ് കഴിക്കുന്നത്? എന്നിട്ട് അവരൊക്കെ ചോദിക്കുമ്പം സാഗിയാണ് ഇവിടെ പെട്ടുപോയിട്ട്, അങ്ങനെ വരുമല്ലേ, എങ്കിൽ പിന്നെ ഞാൻ ഈ ബീഫൊക്കെ വാങ്ങിച്ച് കിംബോമിന് വേണ്ടിയാ. ഈ വീട്ടിൽ അവളല്ലേ പാവം കഷ്ടപ്പെടുന്നത്, അവൾക്ക് വേണ്ടി ഞാൻ അതെങ്കിലും വാങ്ങിച്ചോണ്ടെന്ന്. പക്ഷെ നിങ്ങളൊക്കെയോ ഒരു ആന്റി എന്ന നിലയ്ക്ക് ജോലിക്ക് പോവാതെ നിങ്ങൾ അവളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കുറച്ചെങ്കിലും സഹതാപം ഉണ്ടെങ്കിൽ ആ മീറ്റിംഗിൽ വെച്ചുകൂടായിരുന്നു അവൾക്ക്. എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് ആന്റിയും, ഓ കിംബോമിന് വേണ്ടിയാണ് വാങ്ങിച്ചത്, അത് എന്നോട് പറഞ്ഞ പോരായിരുന്നു. ഞാൻ പണ്ട് തൊട്ടേ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, പക്ഷെ അവൾ എന്നെ പോകാൻ സമ്മതിക്കത്തില്ല. കൂടാതെ എല്ലാം കഴിച്ചത് എന്റെ മോള, നീ അവളെ ചോദിക്കും. എന്നിട്ട് ആന്റിയും പറഞ്ഞ ഉടനെ ഇവിടെ കസിനാണ് ഭയങ്കര ദേഷ്യത്തിരിക്കും. കാരണം ഇതൊക്കെ കിംബോമിനാന്ന് അറിഞ്ഞിട്ട് അവള് ഞാനാ കഴിച്ച, നിനക്ക് എന്തുവാണെന്ന് പറഞ്ഞ് അവള് ദേഷ്യത്ത് റൂമിലേക്ക് ചെല്ലും. അതിനുശേഷം സാഗിയാണ്, നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ ഞാൻ ജോലി തരാം ആന്റി എന്ന് പറഞ്ഞ് ഇനി തൊട്ട് ഇവരാണ് ഇവരുടെ ടീമിലെ ഫോട്ടോഗ്രാഫർ എന്ന് പറയും. അതോടെ ആന്റിയാണ് ഷോക്കായിട്ട്, കൊള്ളാം മോനെ, പണ്ടോട്ടെ ഞാൻ ഫോട്ടോ എടുക്കുമായിരുന്നു, എങ്കിൽ പിന്നെ ക്യാമറയ്ക്ക് അവിടെ പോകും നമ്മള്. ഇവരെല്ലാരും കൂടെ ആദ്യം ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ അവരൊക്കെ ചുമ്മാ ചിരിച്ചും കളിച്ച് ഓരോ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ക്യാമറയാണോ അല്ല ഫ്ലാസ്ക് ആണെന്ന് അറിഞ്ഞ് അവരൊക്കെ ചിരിച്ചോണ്ടിരിക്കും. അപ്പഴാ കടയിൽ ഓണറും വാങ്ങിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് പോയിക്കോന്ന് പറഞ്ഞ് അവരെയൊക്കെ പറഞ്ഞേക്കും. അപ്പഴാണ് സാഗ്യം ഞങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അപ്പം തന്നെ ക്യാഷ് എടുത്ത് അവന്മാർക്ക് എറിഞ്ഞെടുക്കും. അപ്പഴാണ് ഇതെല്ലാം ആ ജോയുടെ ബോഡി ഗാർഡും പുറയുന്ന ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഇവർക്കൊരു കാർ വേണമെന്ന് പറഞ്ഞ് ഒരു വലിയ കാർ തപ്പുമ്പോഴാണ് സാഗി അവസാനം ഒരു കാർ ചൂസ് ചെയ്ത് അവനത് പൈസ കൊടുത്ത് വാങ്ങിക്കും. അങ്ങനെ അതിനുശേഷം ആന്റി അത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവരെല്ലാരും കൂടെ പേടിച്ചറച്ചായിരിക്കും വരുന്നത്. അങ്ങനെ ഈ കാര്യമൊക്കെ ആ ബോഡി ഗാർഡ് ജോയിനോട് പറയുമ്പോഴാണ് അയാളാണ് ഷോക്കായിട്ട്, അവന്റെ അത്രയ്ക്കും പൈസ ഉണ്ടോ, നമ്മൾ ആ പൈസ എല്ലാം തട്ടിപ്പറിച്ചല്ലേ, പിന്നെ എങ്ങനെ അവൻ പെട്ടി നിറച്ച് കാശായിട്ട് നടക്കുന്നത്? ഏതിനെ ജോയ്ക്കൊന്നും പിടികിട്ടാതിരിക്കും. അതിനുശേഷം ഈ ബോഡി ഗാർഡിനെ ജോയാണ് വഴക്കുറയും, അന്നാ കറുത്ത് SUV കാർ നിനക്കെന്നത് നശിപ്പിക്കാനാ അല്ലാതെ യൂസ് ചെയ്തോണ്ട് നടക്കാനല്ലെന്ന് പറയും. അതോടെ ബോഡി കാണാൻ പേടിച്ചിട്ട് ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അതിപ്പോ തന്നെ ഇടിച്ച് നശിപ്പിച്ച് കളയാന്ന് പറയും. അതോടെ ജോയും ദേഷ്യത്തി, ഇനി മേല നീ ഇവിടെ കണ്ടുപോകല്ലേ, നീ ആ കാർ ഓടിച്ച കാരണം മൊത്തത്തിൽ പ്രശ്നമായിരിക്കും, ഇനി ഞാൻ പറയുന്നവരെ നീ പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട, വേറെ എവിടെയൊക്കെ പോയിക്കോ എന്നിനെ ജോയ് ആ ബോഡി ഗാർഡിനോട് പറഞ്ഞു വയ്ക്കും. അതേസമയം ഇവിടെ ടെയ്യങ് വീണ്ടും കറക്റ്റ് സമയത്ത് അമ്മറോട് പ്രാക്ടീസ് ചെയ്യാൻ വന്നാലും അമ്മമാരാണ് ഞങ്ങളുടെ പ്രാക്ടീസ് കഴിഞ്ഞെന്ന് പറഞ്ഞ് വീണ്ടും അവോയ്ഡ് ചെയ്ത് പോകാൻ നോക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവനും, എങ്കിൽ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും ഇന്ന് നമുക്ക് പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ ഏതോ ആട്ടെ ഇവന്മാർ പാടുന്നതും ജയിക്കും. അപ്പോഴാണ് അവന്മാരും അത് ഇവനോട് പറയാതിരിക്കുമ്പം ടെയ്യങ്ങാണ് ദേഷ്യത്തി, ഇത് കാരണം ഞാൻ മാത്രമേ നാണം കെടാൻ പോന്നെ, നമ്മുടെ ടീം തന്നെ ഇല്ലാതായി പോകുന്ന പറഞ്ഞ് ഇവൻ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന്മാരും സീരിയസ് ആയിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഓസിന് കയറുന്ന നിന്നെ ഒന്നും ലീഡറാക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അവന്മാരൊക്കെ ടെയ്യങ്ങിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി പോകും. അതേസമയം ടെയ്യങ്ങിന്റെ അച്ഛനാണ് ഒരു ഫേമസ് ആയ റിപ്പോർട്ടറിനെ വിളിച്ചു വരുത്തി ആദ്യമായിട്ട് ഇന്റർവ്യൂ എടുക്കുമ്പോഴാണ് ആ റിപ്പോർട്ടറാണ് എല്ലാ ചോദ്യം ചോദിച്ചതിന് ശേഷം ഇപ്പൊ ടെയ്യങ്ങിനെ കുറിച്ച് തിരക്കും. അപ്പോഴാണ് ആ ചാൻസ് യൂസ് ചെയ്ത് അവന്റെ അച്ഛനാണ്, ഓ എന്റെ മോൻ ഇപ്പം ബാൻഡിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ അറിഞ്ഞാണല്ലോ, അവൻ എന്നെ പോലെ ഈ ഫീൽഡിൽ നിന്ന് വരാൻ താല്പര്യമില്ലായിരുന്നു. എന്നിട്ട് അവന്റെ അച്ഛനും പറയുമ്പം ഇത് കേട്ട് ഈ റിപ്പോർട്ടറും ഇവർ തമ്മിൽ എടുത്ത പോലെ ഫോട്ടോസ് ഉണ്ടെന്ന് ചോദിക്കും. അങ്ങനെ അത് അവർക്ക് ന്യൂസ് ഇടാനെന്ന് പറയുമ്പോൾ ടെയ്യങ്ങിന്റെ അച്ഛനും അവരെടുത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇവരുടെ കൊടുത്തിട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ഇവിടെ ഇവന്മാര് പെർഫോമൻസിന് വരുമ്പോഴാണ് ടെയ്യങ്ങാണ് ഇവന്മാർക്ക് മുമ്പേ തന്നെ അവിടേക്ക് വരും. അതിനുശേഷം അവൻ അവന്മാരെ കണ്ടിട്ട്, കുഴപ്പമില്ല നിങ്ങൾ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് വരാൻ പറ്റിയല്ലോ. എന്നിട്ട് അവനും പറഞ്ഞിട്ട് അകത്തേക്ക് കയറുമ്പോഴാണ് എല്ലാ റിപ്പോർട്ടേഴ്സും ടെയ്യങ്ങിനായിരിക്കും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവൻ അവർക്കെല്ലാം ഹായ് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലും. അങ്ങനെ അതിനുശേഷം ഇവന്മാര് പെർഫോം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ടെയ്യങ്ങിന് ഏത് പാട്ടാന്ന് അറിയത്തില്ലെങ്കിൽ പോലും ഇവന്മാരുടെ കൂടെ തന്നെ പിടിച്ചിരിക്കും. അങ്ങനെ അവന്മാരെക്കാളും ബെറ്റർ ആയിട്ട് ഇവനോട് മാസം കാണിക്കുമ്പോഴാണ് അവന് ഷോ കഴിഞ്ഞിട്ട് അവന്മാരോട് ഇവന്റെ അത്രയും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, എങ്കിൽ പിന്നെ ഇവൻ പറയുന്ന കേട്ട് നടക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതോടെ ജീനയാണ് ഇത് കണ്ട സന്തോഷത്തി ഇവനെ സാഗിയെക്കാളും പൊട്ടിക്കാൻ കഴിവുണ്ടെന്ന് പറഞ്ഞ് അവൾ ഹാപ്പി ആയിട്ടിരിക്കും. അതിനുശേഷം ഇവിടെ ടെയ്യങ്ങിന്റെ അച്ഛൻ തന്ന ഫോട്ടോസ് ഒക്കെ സാഗിയുടെ മാനേജറും എല്ലാരും വെച്ച് ചെക്ക് ചെയ്തോണ്ടിരിക്കും എന്തേലും പ്രശ്നമുള്ള ഫോട്ടോസ് എല്ലാം ഉണ്ടോന്ന്. അപ്പോഴാണ് ആ മാനേജർ ഒരു ഫോട്ടോയ്ക്കകത്ത് സാഗിയ പറഞ്ഞ ആ കറുത്ത കാറ് കാണുന്നത്. അങ്ങനെ ഇത് മിസ്റ്റർ ജോ കണ്ട സീനാന്ന് പറഞ്ഞ് അവൻ ആ ഫോട്ടോ ന്യൂസ് ഇടാതെ ഡിലീറ്റ് ചെയ്യും. അതിനുശേഷം ഇവിടെ ജോയാണ് ഈ മാനേജറിനെ വിളിച്ചു വരുത്തിയിട്ട് സാഗിയുടെ എല്ലാ പൈസ വാങ്ങിച്ചതിന് ശേഷം അവൻ എങ്ങനെ ചെലവലിക്കാൻ ഇത്രയും പൈസ കിട്ടിയെന്ന് ചോദിക്കും. അപ്പോഴാണ് മാനേജറും അയാളെ കുറച്ച് ചെലവിന് വേണ്ടി പൈസ കൊടുത്തെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ജോയാണ് കട്ട ദേഷ്യത്തി, എങ്കിൽ പിന്നെ ആ പൈസയ്ക്ക് ഇപ്പൊ തന്നെ തിരിച്ചു വാങ്ങിക്കുന്ന പറഞ്ഞ് ഇവനെ പറഞ്ഞുവിടാൻ നോക്കും. അപ്പോഴാണ് മാനേജറിന് മനസ്സിലാതെ, സാർ അതിനെ കൊണ്ട് പറ്റത്തില്ല, അവൻ തന്നെ പാവം പൈസ ഇല്ലാതെ കഷ്ടപ്പെടുക, അവന് ചെലവലിക്കാൻ ഇത്രയെങ്കിലും പൈസ ഉണ്ട്, അവനൊരു കംബാക്ക് കൊടുക്കുന്നത് നിങ്ങൾക്കൊന്നും ഇത്രയും വലിയ പ്രശ്നം. എന്നിട്ട് ഇവനെ ചോദിക്കുമ്പം ഇത് കേട്ട് ജോയാണ് ദേഷ്യത്തി, എടാ അവൻ കംബാക്ക് കൊടുക്കുമല്ല, അവൻ നമ്മുടെ കമ്പനി ഇല്ലാതാക്കാൻ നോക്കുക, അതുകൊണ്ട് അവന്റെ വളർച്ചയെ നമ്മൾ തടയണം, നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ, അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ പോയി നീ പൈസയൊക്കെ വാങ്ങിയിരി. എന്നിട്ട് ജോ പറയുമ്പോഴാണ് മാനേജറും, സോറി സാർ അതെന്നെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കാറിനെ കുറിച്ച് അവനോട് പറയത്തില്ല, ഇന്നൊരു ജോലിയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ നിങ്ങൾ ആക്കിക്കോ. എന്നിട്ട് മാനേജർ പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ ജോയാണ് പേടിച്ചിട്ട് ഇവൻ എത്ര പൈസ ആണെന്ന് ചോദിക്കും. അപ്പോഴാണ് മാനേജറും
പറയുമ്പോഴേക്കും ഇത് പൈസയുടെ കാര്യമൊന്നല്ലെന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ ജോയാണ് എങ്കിൽ പിന്നെ കമ്പനിയുടെ 5% ഷെയർ തരാന്ന് പറയും. അതിനുശേഷം ഇവിടെ അടുത്ത ദിവസം സാഗി ആ കാർ ആന്റിയെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കുമ്പോഴാണ് ഇവനാണ് ബൊമ്പം കാറിന് വേദനിക്കും പറഞ്ഞ് പതിയെ തുടയ്ക്കാൻ പറയും. അതോടെ ആന്റിയാണ് ദേഷ്യത്തി അവന്റെ ഒരു ബൊമ്പം കാർ നിന്റെ ബീഫ് കട്ടെടുത്ത് കഴിച്ചെന്ന് പറഞ്ഞ് ഓരോ സെക്കൻഡ് അതും പറഞ്ഞ് നിന്നെ ജോലി ചെയ്യിപ്പിച്ചോണ്ടിരിക്കുക. എന്റെ വയറിൽ തന്നെ അതിപ്പോ ഡൈജസ്റ്റ് ആയി പോയി കാണും. എന്തിന് ആന്റിയും ജിന്നും കൂടെ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ഇവർക്ക് ഷോ എല്ലാം വരുമെന്ന് ചോദിക്കും. അപ്പോഴാണ് സാഗിയും ഇനി 1 മാസത്തേക്ക് ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെയൊക്കെ പേടിക്കണ്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ആന്റിയും ജിന്നും കൂടെ എങ്കിൽ പിന്നെ പൈസ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് പറയും. അതിനുശേഷം വീട്ടിലേക്ക് കയറി വരുന്ന സാഗിയാണ് ആദ്യം കിംബൊമ്മിനെ ആ കാറി വിളിച്ചോണ്ടോണെന്ന് പറഞ്ഞ് ഇവന് ഫോൺ വിളിക്കുമ്പം ഇതേക്കുന്ന കസിനും എങ്കിൽ പിന്നെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവൾ കിംബൊമ്മിനെ ഫോൺ വിളിക്കും. അപ്പോഴാണ് കിംബൊമ്മും ഫോൺ എടുത്ത് സംസാരിക്കുന്ന മുമ്പേ തന്നെ ഇവിടെ കസിനാണ് സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്യണോ, രാത്രി വരെ വർക്ക് ചെയ്യണോ, രാത്രി ഡിന്നർ അവരുടെ കഴിക്കാൻ പോന്നോ, ഓക്കെ എന്നിട്ട് ഇവള് പെടുന്ന ഫോൺ കട്ട് ചെയ്തിട്ട് കിംബം രാത്രി വരെ ബിസിയാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവന് ഷോക്കായിട്ട് രാത്രി വരെ അവൾ എന്തോ സൂപ്പർ മാർക്കറ്റ് കടന്ന് ഉറങ്ങാൻ പോന്നോ, അവള് പാർട്ട് ടൈം അല്ലേ ചെയ്യുന്നത് എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോൾ അവളും കുറെ ചോദ്യം ചോദിക്കില്ലെന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് അവൾക്ക് പകരം ഇവളെ വിളിച്ചോണ്ടോവാൻ പറയും. അപ്പോഴാണ് അവനും സോറി ഞാൻ ആദ്യം കിംബമിനകത്ത് വിളിച്ചോണ്ടോത്തുള്ളൂ എന്നിട്ട് അവനും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇവളാണ് കൊച്ചുപിള്ളേർ പോലെ കരയാൻ തുടങ്ങും. എടാ ദ്രോഗി ഞാൻ നിന്റെ കട്ട ഫാനാ, എന്നിട്ട് ദരിദ്രവാസി നീ എന്നെ വിളിച്ചോണ്ട് പോകത്തില്ല, നീ അപ്പൊ ഫാൻസാ വലുതെന്ന് പറഞ്ഞൊക്കെ ചുമ്മാതാണോ എന്നിട്ട് ഇവൾ അവനെ പേടിപ്പിക്കുമ്പോഴാണ് അവസാനം അവനും ഇവളെ റൈഡിന് വിളിച്ചോണ്ടോ തീരുമാനിക്കും. അതിനുശേഷം അവനും ബൊമ്പം കാർ 1/2 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്തെന്ന് ഇവളോട് പറയുമ്പോൾ ഇവളും ദേഷ്യത്തെ അവനോട് അതിനിപ്പോ എന്താടാന്ന് പറഞ്ഞ് ഇവനെ തുറിച്ചിങ്ങനെ നോക്കും. അപ്പോഴാണ് അവനും പേടിച്ചിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളു, എന്തായാലും കിംബം വന്നതിന് ശേഷം അവളും കൂടെ റൈഡിന് വിളിച്ചോണ്ടോണം എന്നിട്ട് ഇവനും പറയുമ്പോൾ ഇവളാണെ കരഞ്ഞോണ്ട് നിനക്ക് എപ്പോഴും അവളെ കുറിച്ച് ഓർമ്മയുള്ളെന്ന് പറഞ്ഞ് ഇവൾ അസൂയപ്പെടും. അതുകൊണ്ട് അവളും ഇനി തൊട്ട് ഞാൻ ഒരിക്കലും നിന്റെ ഫാനില്ലെന്ന് പറഞ്ഞ് ഇനി അവളുടെ ലവറിനെ കണ്ടെത്താൻ പോവാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇതേ സമയം സാഗിയുടെ പെട്ടിന്ന് ആരാണ്ട് പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അങ്ങനെ അത് ആരാന്ന് കാണിക്കത്തില്ല, മിക്കവാറും ജോയിന്റെ ആളല്ലായിരിക്കും. അതിനേശം ഇവിടെ കിംബമും പുറത്ത് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴാണ് കറക്റ്റ് അതേ സ്ഥലത്തേക്ക് ടെയ്യങ്ങാണ് വരും. അങ്ങനെ ആ കൂട്ടത്തിന്റെ ഇട കിംബം വീഴുമ്പം പെട്ടെന്ന് ടെയ്യങ്ങാണ് ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവൾ എഴുന്നേക്കാൻ വേണ്ടി കൈ കൊടുക്കും. അതിനുശേഷം കിംബം അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ടെയ്യങ്ങാനെ പുറകെ വന്നിട്ട് ഇവൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ കാലി മുറിവുണ്ടെന്ന് അറിഞ്ഞ് ഇവൻ ഓയിൽമെന്റ് കൊടുത്തിട്ട് പോകുമ്പം അവളാണ് തിരിച്ചൊന്നും പറയായിരിക്കും. അപ്പോഴാണ് അവനും എന്നോടൊന്നും സംസാരിക്കില്ലെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവളും പണ്ടത്തെ പോലെ ടെയ്യങ്ങൊന്നല്ല, ഇവനിപ്പോ വലിയ സെലിബ്രിറ്റിയാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവിടെ സാഗിയും ഇവരെല്ലാം വിളിച്ചോണ്ട് ഒരു പെർഫോമൻസിന് പോകുമ്പോഴാണ് അവരെല്ലാം ഷോക്കായിട്ട് സത്യത്തിൽ പെർഫോമൻസ് ഉണ്ടോ അല്ല ചുമ്മാ കറങ്ങാനാണോ പോകുന്നതെന്ന് പറഞ്ഞ് അവരൊക്കെ ചോദ്യം ചെയ്യും. അപ്പോഴാണ് സാഗി എല്ലാവർക്കും പൈസ കൊടുത്തിട്ട് എന്തുവാട് വിചാരിച്ച് എനിക്ക് അഡ്വാൻസ് കിട്ടി, ഇപ്പൊ നമുക്ക് പോയി അടിച്ചു പൊളിക്കാം എന്നിന് അവനും പറയുമ്പം പറയുന്ന കസിനാണ് സാഗിയോട് പഴയതൊന്നും സംസാരിക്കാതെ അവനെ മൊത്തത്തിൽ ഡാമേജ് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുമ്പോൾ ജിന്നിനാണ് ഭയങ്കര സന്തോഷം വരുന്നത്. അതേസമയം ഇവിടെ സാഗിയുടെ വീട്ടിൽ നിന്ന് പൈസ എടുത്തോണ്ട് പോയി വേറെ ആരുമല്ല അവന്റെ മാനേജർ തന്നെയാ. അതുകൊണ്ട് അവനും അത് ആ ജോയുടെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് പെർഫോമൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്കൊന്ന് നോക്കുമ്പോഴാണ് വീട്ടേതൊരു കള്ളം വന്നറിഞ്ഞ് ഇവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇവെല്ലാം പേടിച്ചിട്ട് എങ്കിൽ പിന്നെ സാഗിയുടെ പൈസ പോയെന്നറിഞ്ഞ് ആന്റി ഓടിച്ചെന്ന് ആദ്യം അവന്റെ സൂട്ട് കേസ് ആയിരിക്കും നോക്കുന്നത്. അപ്പോഴാണ് സൂട്ട് കേസ് ഇല്ലാത്തണ്ട് ഇതിനകത്ത് കോടിക്കണക്കിന് പൈസ ഉണ്ടായിരുന്നെന്ന് ആന്റി ഇവരോടൊക്കെ പറയുമ്പോഴാണ് ഇത് കേട്ട് അവെല്ലാം ഷോക്കായിട്ട് അതൊക്കെ ഇരിക്കട്ടെ അതിനകത്ത് കോടിക്കണക്കിന് പൈസ ഉണ്ടെന്ന് ആന്റിക്ക് എങ്ങനെ അറിയാം, ഇനി നിങ്ങളാണ് കട്ടെടുത്തത് എന്നിന് അവരൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഇവിടെ ആന്റിയാണ് പേടിച്ചിട്ട് എന്റെ അമ്മോ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്നെ കള്ളിയായിട്ട് വിചാരിക്കും, ഞാൻ ഈ പൈസ കൊണ്ട് നോക്കിയതേ ഉള്ളൂ അല്ലാതെ ഞാനൊന്നല്ല കട്ടെടുത്ത, ചിലപ്പോ ഈ ജിന്നായിരിക്കും അവൻ ഇവിടെ ഓസിന് കഴിക്കുന്നു ചെയ്യുന്നു, കൂടാതെ ഇവൻ ദരിദ്രവാസിയാ അവരെല്ലാരും കൂടെ അടുത്തായിട്ട് ഇവനെ ചോദ്യം ചെയ്യുമ്പോൾ അവനാണ് പേടിച്ചിട്ട് നിങ്ങളോട് ആരാടെ പറഞ്ഞ ഞാൻ ദരിദ്രവാസിയാന്ന്, കണ്ടോ എന്റെ പേഴ്സണത്ത് പൈസ ഉണ്ട് എന്നിട്ട് അവൻ കാണിക്കുമ്പോഴാണ് അവരെല്ലാം സംശയത്തി ഇത് മിക്കവാറും സാഗിയുടെ പൈസ ആയിരിക്കും, ഇവൻ അതുപോലും മറച്ചു വെച്ചില്ല എന്നിട്ട് അവര് പറയുമ്പോൾ അവനാണ് ഇവിടെ ആകെ പേടിച്ചിരിക്കും. അപ്പോഴാണ് അവിടേക്കൊന്ന് സാഗിയാണ് ഇത് നിങ്ങളൊന്നല്ല കട്ടെടുത്ത, അത് കട്ടെടുത്ത ആരാന്ന് എനിക്കറിയാന്ന് പറഞ്ഞ് അവൻ അവിടുത്തെ ക്യാമറ ചെക്ക് ചെയ്യും. അപ്പോഴാണ് അറിയാൻ വരുന്ന അത് ഇവന്റെ മാനേജർ ആണെന്ന്. അതുകൊണ്ട് അവനും ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ചെല്ലുമ്പം ഇവിടെ ആന്റിയാണ് കട്ട ദേഷ്യത്തി എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ കുറ്റം പറയടാന്ന് പറഞ്ഞ് ജിന്നെ അടിച്ചങ്ങ് പൊട്ടിക്കും. അങ്ങനെ അത് കണ്ട് അവർ രണ്ടുപേരും കൂടെ നൈസിന് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ സാഗിയെ നേരെ ആ മാനേജറിന്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അവന് കട്ട ദേഷ്യത്തി അവസാനം നീ എന്നെ ചതിച്ചില്ലെന്ന് പറഞ്ഞ് അവന്റെ മാനേജറിനോട് ദേഷ്യപ്പെടും. അങ്ങനെ ജോ നിനക്ക് എത്ര പൈസ തന്നെന്ന് പറഞ്ഞ് ഇപ്പൊ സാഗിയെ ചോദിക്കുമ്പോഴാണ് ഇവന്റെ മാനേജറും കുറ്റബോധത്തി ഇവനോട് സോറി പറയും. അപ്പോഴാണ് സാഗിയും കട്ട ദേഷ്യത്തി എന്റെ അമ്മ നിങ്ങളെ കുറെ വിശ്വസിച്ചായിരുന്നു, എനിക്ക് കണ്ണ് ഓപ്പറേഷൻ നടന്നപ്പോ എന്റെ അമ്മ ഈ കാര്യം നിങ്ങളോട് പറയാതെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ആ സത്യമൊക്കെ മറച്ചു വെച്ച, പക്ഷെ നീ ഈ ഒരു കാര്യം ചെയ്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതോടെ തീർന്നു, ഇനി ഒരിക്കലും ഞാൻ നിന്നെ കണ്ടുപോയില്ല എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ ഇവിടെ അവന്റെ മാനേജറിനും നല്ല കുറ്റബോധം കാണും. അതിനുശേഷം ഇവിടെ സാഗിയ തിരിച്ച് വീട്ടിലേ പോകുന്ന
പോകുന്ന മുമ്പേ തന്നെ അവൻ അവിടെ നേരെ കിംബോമിന്റെ അമ്മയെ കാണാൻ വേണ്ടി വീണ്ടും ചെല്ലും. അപ്പരാണ് ഇവൻ വീട് വരെ വന്നിട്ട് പോകുന്ന കിംബോമും കണ്ട് അവന്റെ പുറകെ തന്നെ ചെല്ലും. അപ്പരാണ് അവൾ നോക്കുമ്പോ അന്നത്തെ പോലെ തന്നെ ആ ഫ്ലവേഴ്സ് ഇവനായിരിക്കും അവളുടെ അമ്മയുടെ അടുത്തേക്ക് വയ്ക്കുന്നത്. അങ്ങനെ അതിനുശേഷം അവൻ കാണുന്ന മുമ്പേ അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവിടെ സാഗിയും താമസിച്ച് വീട്ടിലേക്ക് വരുമ്പം ഇവരെല്ലാരും കൂടെ ആ കള്ളനെ കണ്ടെത്തുകയും ചെയ്യിക്കും. അപ്പരാണ് സാഗിയും എനിക്ക് ആ കള്ളന്റെ ഫേസ് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല, പക്ഷെ ആ പൈസ അല്ലേ ഇപ്പൊ എന്റെ ഉണ്ട്, അവിടെ നിങ്ങളൊന്നും പേടിക്കണ്ട. ഏതിന് അവന് ചുമ്മാ ഇവരോട് കള്ളം പറയുമ്പോൾ ഇവരൊക്കെ അത് വിശ്വസിച്ചിട്ട് സൈലന്റ് ആയിട്ടിരിക്കും. അതേസമയം കിംബമാണ് ഇവൻ ഇത്ര സമയം എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ അവന് കള്ളനെ പിടിക്കാൻ പോയതാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പരാണ് ഇത് കേട്ടവളും ഇവളുടെ അമ്മയെ കാണാൻ പോയ കാര്യം ഇവൻ എന്തുകൊണ്ടാ പറയാത്തെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ അവന്റെ മാനേജറാണ് 5% ഷെയറിന് വേണ്ടി അവനെ പറ്റിച്ചുകൊണ്ട് സാഗിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അപ്പം തന്നെ ടേയിങ്ങിന്റെ അച്ഛൻ്റെ അടുത്ത് ഇന്റർവ്യൂ റിലീസ് ചെയ്യുന്ന മുമ്പേ തന്നെ അവൻ വീണ്ടും ആ കറുത്ത SUV കാറിന്റെ ഫോട്ടോ അതിനകത്ത് ആഡ് ചെയ്യും. അതിനുശേഷം അവന് സാഗിയെ കാണാൻ വേണ്ടി നേരെ വീട്ടിലെ ചെല്ലുമ്പോഴാണ് ഇവിടെ സാഗിയാണ് ഒരിക്കലും കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ വീണ്ടും അവനെ കാണാൻ വന്നേം ചെയ്യിക്കും. അപ്പോഴാണ് അവന്റെ മാനേജറും ഇവന്റെ ചെലവിന് വേണ്ടി കുറച്ച് പൈസ കൊടുക്കുന്നത്. അപ്പോഴാണ് അത് വാങ്ങിക്കാൻ സാഗിയാണ് ദേഷ്യത്തി ഇത് കൊടുത്ത് നിന്റെ കുറ്റബോധം ഇല്ലാതാക്കാൻ നോക്കുന്നു, ഇത് നീ തന്നെ വെച്ചോ, നീ ഇല്ലാതാക്കിയ വിശ്വാസത്തിന് നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഏതിന് അവൻ പറയുമ്പോഴാണ് മാനേജറും സാഗിയ നീ എന്നെ വിശ്വസിക്കണം ഞാൻ പറഞ്ഞില്ല, നീ എന്തിനാണ് എല്ലാവരും വെറുതെ ഇങ്ങനെ വിശ്വസിക്കുന്നത്, നീ ഇങ്ങനെ നല്ലവനായിട്ടിരിക്കുന്നുണ്ടാ ആ മിസ്റ്റർ ജോയ് പോലെ ആൾക്കാരും ഞാനും ഒക്കെ നിന്നെ യൂസ് ചെയ്യാൻ നോക്കുന്നത്. ഏതിന് അവനും പറയുമ്പം ഇത് കേട്ട് സാഗിയും ദേഷ്യത്തി ആ ജോ പൈസ എടുത്തുകൊണ്ട് അവനെ വെറുതെ വിടത്തില്ലെന്ന് മാനേജറിനോട് പറയാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവൻ തിരിച്ച് പോകുന്ന മുമ്പേ തന്നെ ആ മാനേജറും നീ പറഞ്ഞ കറുത്ത SUV കാർ ടേയങ്ങിന്റെ അച്ഛൻ്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞ് ഇവൻ ആ കാര്യം ഇപ്പൊ പറയും. അപ്പോഴാണ് ഇതൊരു സാഗി ഷോക്കായിട്ട് ടേയങ്ങിന്റെ അച്ഛൻ്റെ കയ്യിലോ, ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്നിനെ സാഗി ചോദിക്കുമ്പോഴാണ് അവനും ആ സത്യ നീ എങ്ങനെ എന്നെ വിശ്വസിക്കും, ഇനി ഒരിക്കലും നീ എന്നെ പോലെ തന്നെ ആരും വിശ്വസിക്കല്ലേ, പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് ആർട്ടിക്കിളിനകത്തുള്ള ഫോട്ടോസ് അതിനകത്തുണ്ട്, അതുകൊണ്ട് നീ തന്നെ പോയി നോക്കിയോ. ഏതിന് ഇവനും പറഞ്ഞിട്ട് അവിടെ നോക്കുമ്പോഴാണ് ഇവിടെ സാഗിയെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അവൻ ആ ഫോട്ടോസ് എടുത്ത് നോക്കും. അപ്പോഴാണ് ഇവന്റെ സ്വപ്നത്തിൽ വന്ന അതേ കാറ് ടേയങ്ങിന്റെ അച്ഛൻ്റെ ഉള്ള. അത് കണ്ട് അവനാണ് ഷോക്കായിട്ട് അതിനർത്ഥം ഈ കാർ ടേയങ്ങിന്റെ അച്ഛൻ്റെ ആണെങ്കിൽ അന്ന് ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് അങ്ങേരുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവിടെ മൊത്തത്തിൽ അപ്സെറ്റ് ആകും. ഒരു കിംബോമിന്റെ അമ്മയെ കൊന്നത് ടേയങ്ങിന്റെ അച്ഛനാന്ന് പറഞ്ഞാൽ പിന്നെ അവൾ മൊത്തത്തിൽ തകർന്നു പോകുന്നു. അതിനുശേഷം ഇവിടെ അടുത്ത ദിവസം ടേയങ്ങിന്റെ അച്ഛനാണ് സ്വന്തം മകന്റെ പെർഫോമൻസ് തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ടേയങ് കണ്ട് പേടിച്ചിട്ട് ഇവന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാന്ന് പറഞ്ഞ് അവന്റെ അച്ഛനും പറഞ്ഞിട്ട് പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഇങ്ങേരെ കാണാൻ വേണ്ടി സാഗി അവിടേക്ക് വരുന്നത്. അങ്ങനെ സാഗി കുറച്ച് സമയം സംസാരിക്കണമെന്ന് പറയുമ്പോൾ ടേയങ്ങിന്റെ അച്ഛനാണ് മൈൻഡ് ചെയ്യാതെ നിന്നോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് സാഗി പോകാൻ സമ്മതിക്കാതെ മിസ്റ്റർ ഡോക്ടർ നിങ്ങൾ ആൾക്കാരെ സഹായിക്കുന്ന ഒരു നമ്പർ 1 ഡോക്ടർ അല്ലേ, പക്ഷെ 6 വർഷം മുമ്പ് എന്തിനാ ഒരാളെ നിങ്ങളെ കൊന്നെ, നിങ്ങൾക്ക് ആ സമയത്ത് അവരെ രക്ഷിക്കാൻ തോന്നിയില്ല എന്നിന് ഇവനും ചോദിക്കുമ്പം ടേയങ്ങിന്റെ അച്ഛനാണ് പേടിച്ചിട്ട് ഇവൻ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു ചോദിക്കും. അപ്പോഴാണ് അവനും മറ്റേ ഫോട്ടോസ് കാണിച്ചിട്ട് എന്തിനാ കറുത്ത് SUV കാർ ഡിലീറ്റ് ചെയ്യാത്തെന്ന് പറഞ്ഞ് ഇയാൾ അത് കാരണം പെട്ടോ എന്നറിയും. അപ്പോഴാണ് അവന്റെ അച്ഛനാണ് പേടിച്ചിട്ട് എടാ നീ എന്തിനെ കുറിച്ചാ പറയുന്നത്, നീ ഉദ്ദേശിക്കുന്ന പോലെ ഞാനൊന്നുമില്ല കിംബോമിന്റെ അമ്മയെ ഇടിച്ചിട്ട് കൊന്ന. എന്നിന് അവന്റെ അച്ഛനെ അറിയാതെ പറഞ്ഞ ഉടനെ ഇത് കേട്ട് അവനാണ് അത് പിടിച്ചിട്ട് ഞാൻ അതിന് പറഞ്ഞു നിങ്ങളോട് നിങ്ങൾ കിംബോമിന്റെ അമ്മയാണ് കാർ ഇടിച്ചിട്ടെന്ന്, അപ്പോ സത്യത്തിൽ നിങ്ങളാണല്ലോ അത് ചെയ്തത്, എനിക്ക് ഇപ്പോഴാ ക്ലിയർ ആയ. എന്നിന് അവനും ടേയങ്ങിന്റെ അച്ഛനെ പോകാൻ സമ്മതിക്കാതെ പേടിപ്പിച്ചോണ്ടിരിക്കുമ്പം അവിടേക്ക് വന്ന ടേയങ്ങാണ് ദേഷ്യത്തി മര്യാദയ്ക്ക് അവന്റെ അച്ഛന്റെ കൈ എടുക്കാൻ പറഞ്ഞ് അവന് സാഗിയോട് ചൂടാകും. അപ്പോഴാണ് സാഗിയും നിന്റെ അച്ഛൻ ചെയ്ത കാര്യമൊക്കെ നിനക്ക് അറിയണമെന്ന് പറഞ്ഞ് അവനിപ്പോ ദേഷ്യപ്പെടുമ്പം ടേയങ്ങിന്റെ അച്ഛനാണ് പേടിച്ചിട്ട് ആദ്യം ടേയങ്ങിന് ഇവിടെ നിന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞ് അവന്റെ കാർ വന്നുടനെ അവൻ അവിടെ നിന്ന് പറഞ്ഞേക്കും. അപ്പോഴാണ് സാഗിയും അപ്പൊ നിങ്ങൾക്കൊരു വീക്ക്നെസ് ഉണ്ടെന്ന് പറഞ്ഞ് അവനും പോലീസ് സ്റ്റേഷനിൽ എല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിക്കോന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് ടേയങ്ങിന്റെ അച്ഛനാണ് ഇവിടെ കുറച്ച് പേടിച്ചിരിക്കുക. ഇതേ സമയം സാഗി ഇല്ലാതെ ഇവരെല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ആന്റിയാണ് ജിന്നിന് മാത്രം ഫുഡ് കൊടുക്കത്തില്ല. അപ്പോഴാണ് അവനും ചുമ്മാ നിങ്ങൾ പകയൊക്കെ മനസ്സുവെച്ചോണ്ട് ഫുഡ് തരാതിരിക്കലെന്ന് പറഞ്ഞ് അവന് ചോദിക്കുമ്പം ആന്റിയും എന്നെ കള്ളിന്ന് വിളിച്ച് നിനക്ക് ഞാൻ ഫുഡ് തരണമെന്ന് പറഞ്ഞ് അവന് മാത്രം ഫുഡ് കൊടുക്കത്തില്ല. അതുകൊണ്ട് അവന് അപ്സെറ്റായി റൂമിൽ വിശപ്പൊക്കെ സഹിക്കാൻ പറ്റാതെ കടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പം കസിനാണ് നൈസിന് ഇവന് വേണ്ടി ഫുഡ് കട്ടെടുത്തോണ്ട് വരും. അപ്പോഴാണ് അവനാണ് ഷോക്കായിട്ട് അയ്യോ നീ എനിക്ക് വേണ്ടി ഫുഡ് കട്ടെടുത്തോണ്ടെന്നോ, ഇത്ര വലിയ കാര്യം നീ ചെയ്തെങ്കിലും ഇത് കഴിച്ചതിന്റെ ബാക്കിയല്ലേ, ഇതെനിക്ക് വേണോ എന്നിന് അവനാക്കുമ്പോഴാണ് അവളും ഒന്ന് പോടാ നിനക്ക് വേണ്ടി എന്റെ ജീവൻ കൈ പിടിച്ചോണ്ടാ വന്നെ, എന്റെ അമ്മ കണ്ടായിരുന്നെങ്കിൽ എന്നെ അടിച്ച് കൊന്നേനെ എന്നിന് ഇവളും പറയുമ്പോഴാണ് കറക്റ്റ് അതേസമയം അവിടെ കിംബം വരുന്നത്. അങ്ങനെ അതോടെ ഇവർ രണ്ടുപേരും പേടിച്ചിരിക്കുമ്പം കിംബമാണ് സാഗി അവിടെ പോയിന്ന് കണ്ടായിരുന്നു ചോദിക്കും. അപ്പോഴാണ് ജിന്നും എനിക്കൊന്നും അറിയത്തില്ല രാവിലെ എവിടാണ്ട് പോകുന്നുണ്ട് എന്നിന് ഇവർ രണ്ടുപേരും ഒന്നും ചെയ്യാത്ത പോലെ സംസാരിച്ചോണ്ടിരിക്കുമ്പം കിംബമാണ് എല്ലാം കണ്ടിട്ട് എങ്കിൽ പിന്നെ നിങ്ങൾ അയച്ചോന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവരവസാനം ചമ്മിപ്പോന്ന്. അതിനുശേഷം വീട്ടിലേക്ക് വന്ന സാഗിയാണ് ഈ ടീയങ് എന്തിനെ വെറുതെ പ്രശ്നത്തിൽ ഇടപെടുന്നെന്ന് പറഞ്ഞ് അവനെ വേദനിപ്പിക്കാതിരിക്കാൻ ഇവൻ ആലോചിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ഇവന്റെ അടുത്ത് കിംബം വന്ന ഉടനെ അവനും മൊത്തത്തിൽ പേടിച്ചിട്ട് ഇവളെന്തെങ്കിലും പെട്ടെന്ന് അടുത്തേക്കൊന്ന് പേടിപ്പിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും സാഗിയ നീ രാവിലെ തന്നെ എവിടെയൊക്കെ പോയെ, നീ എന്നോട് എന്തോ സത്യം മറച്ചേക്കുന്നുണ്ട് അതെന്തോന്ന് പറ എന്നിന് അവളും ചോദിക്കുമ്പം അവൻ ഞാൻ എന്തോ സത്യം മറച്ചേക്കുന്നതെന്ന് പറഞ്ഞ് ഇവളെ ക്ലാസ്സിൽ പോകാൻ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ ടേയങ്ങിന്റെ അച്ഛനും
ആശുപത്രി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ കോൾ വരും, ഒരു ആക്സിഡന്റ് കേസ് ഇങ്ങനെ ചോദ്യം ചെയ്യാനുണ്ടെന്ന്. അപ്പോഴാണ് അവിടെ സാഗിയും അന്ന് നടന്ന ആക്സിഡന്റിനെ കുറിച്ച് അവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കംപ്ലൈന്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇത് കേട്ട പോലീസാണ് എങ്കിൽ പിന്നെ 6 വർഷം മുമ്പ് ഇവൻ എന്തുകൊണ്ട് ഇതിനെ കുറിച്ചൊന്നും പറയാത്തും ചെയ്യിക്കും. അപ്പോഴാണ് സാഗിയും അവൻ റീസെന്റ് ആയിട്ട് ഈ ഫോട്ടോക്കകത്ത് കണ്ടപ്പോഴാ അവൻ ആ സംഭവം ഓർമ്മ വന്നറിഞ്ഞ് അന്ന് ഇവരാ കിംബോമിന്റെ അമ്മയെ ഇടിച്ചിട്ടിട്ട് രക്ഷിക്കാതെ പോയെന്നറിയും. അപ്പോഴാണ് ഇത് കേട്ട പോലീസും എങ്കിൽ പിന്നെ ആ സമയത്ത് ഇവൻ അവിടെ എന്തുവായിരുന്നു പണിയും ചെയ്യിക്കും. അങ്ങനെ സാഗിയെ നേരിട്ട് ആ സംഭവത്തില്ലെങ്കിലും അവൻ ആ സമയത്ത് അവിടെ പോയപ്പോ ഇതെല്ലാം കണ്ടതാന്നറിഞ്ഞ് പോലീസിനെ വിശ്വസിപ്പിക്കും. അങ്ങനെ അതിന്റെ കൂടെ തന്നെ ഇതിനെക്കുറിച്ച് കിംബോമിന്റെ വീട്ടുകാരൊന്നും അറിയിക്കണ്ടെന്നറിയും. കാരണം അവളിപ്പോ അതിനോർത്ത് വിഷമിക്കാതിരിക്കാനാ. എന്നിട്ട് ഇവിടെ ടേയങ് ഇവിടെ രാവിലെ സാഗി അവന്റെ അച്ഛനോട് വഴക്കുണ്ടാക്കി തോർത്ത് ദേഷ്യത്തിരിക്കുമ്പോഴാണ് അവിടേക്ക് ജീനിയം വന്ന് ഇവന് കുടിക്കാൻ വേണ്ടി ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കും. അപ്പോഴാണ് ടേയങ്ങും പിന്നെ നിങ്ങൾ കുറെ പ്രൊമോഷനൊക്കെ വെച്ചിട്ടില്ലേ, എങ്കിൽ പിന്നെ ആദ്യം ഞാൻ എന്റെ കോളേജിലേക്ക് ചെല്ലാം, അതിനുശേഷം മതി ബാക്കി സ്ഥലമൊക്കെ എന്ന് ഇവൻ പറയുമ്പം അവളെങ്കിൽ പിന്നെ നാളെ തന്നെ പോയിക്കോന്നറിഞ്ഞ് ഇവനെ സമ്മതം കൊടുക്കും. അതേസമയം ഇവിടെ കോളേജ് വെച്ച് കിംബമ്മ അവന്റെ വീഡിയോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വേറൊരുത്തനാണ് വന്നിട്ട് നാളെ നമ്മുടെ കോളേജിൽ ടെയ്യങ് വരാൻ പോവാന്നറിഞ്ഞ് ആ സന്തോഷമായിട്ടുള്ള കാര്യം ഇവളോട് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളാണ് ഷോക്കായിട്ട് ടെയ്യങ് ഇവിടെ വരുന്നെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനാണ് പിന്നല്ലാതെ അവന്റെ നല്ല മനസ്സാരണം ആദ്യം തന്നെ വരുന്ന അവൻ ഇവിടേക്കാ, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അവൻ പുതിയ ഇൻസ്ട്രുമെന്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മളെ ഫേമസ് ആക്കും, എന്തായാലും നമ്മളൊക്കെ ലക്കിയ എന്ന് അവനും പറഞ്ഞിട്ട് അവിടെ നോക്കുമ്പം ഇവിടെ കിംബോമും അവന് വേണ്ടി അപ്പൊ പെർഫോമൻസ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. ഇതേ സമയം പോലീസ് ടേയങ്ങിന്റെ അച്ഛനെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് അയാളാണ് ദേശത്തി 6 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ എനിക്കെങ്ങനെ ഓർമ്മയാണ്, ആ സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും, കാരണം 6 മണിക്ക് എനിക്ക് ആശുപത്രി പോകാനുള്ള. എന്നിട്ട് അവന്റെ അച്ഛൻ പറയുമ്പോഴാണ് പോലീസും സാർ നിങ്ങൾ ഓർത്തെടുക്കാൻ നോക്ക്, കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നിങ്ങളന്ന് ആശുപത്രി പോയില്ലായിരുന്നു, അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ എവിടായിരുന്നു, കൂടാതെ നിങ്ങൾ കാറിടിച്ച് ഒരാളെ കൊന്നെന്ന് ആ പയ്യൻ നേരിട്ട് കണ്ടതായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെ ആ കറുത്ത SUV കാറ് കൊറിയയിലാകെ 3 ഉള്ളു, ഒരെണ്ണം നിങ്ങളുടെ കയ്യിലും ബാക്കി 2 ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു എന്നെ പോലീസ് ചോദ്യം ചെയ്യുമ്പോഴാണ് ടേയങ്ങിന്റെ അച്ഛൻ മൊത്തത്തിൽ പേടിച്ചിട്ട് ആ സമയത്ത് വേറെ 2 കാർ ഇല്ലെന്ന് പറഞ്ഞ് ഞാനാണ് അവരെ ചെന്ന് ഇടിച്ചിട്ട് എന്നിട്ട് അവന്റെ അച്ഛനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാളുടെ ലോയർ അവിടേക്ക് വരും. അതിനുശേഷം ലോയറും പോലീസിനോട് ഞാൻ സംസാരിച്ചോളെന്ന് പറഞ്ഞിട്ട് ടേയങ്ങിന്റെ അച്ഛനെ പറഞ്ഞിടും. അങ്ങനെ അതിനുശേഷം അങ്ങേര് ടെൻഷനായി അപ്പൊ തന്നെ ജോയെ വിളിച്ച് ഈ കാര്യമൊക്കെ പറയും, ആ സാഗിയെ നേരിട്ട് കണ്ട പോലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കംപ്ലൈന്റ് എടുത്തേക്കാന്ന്. അപ്പോഴാണ് ജോയും പേടിച്ചിട്ട് എന്തോ അവൻ കംപ്ലൈന്റ് എടുത്തോ, പക്ഷെ ആ സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നല്ലേ എന്നിനെ ജോ ചോദിക്കുമ്പോഴാണ് ഇയാളും അത് നമുക്കും അറിയാം, അവൻ ചുമ്മാ ഇല്ലാതൊക്കെ പറഞ്ഞ് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ നോക്കുക, എല്ലാത്തിനും കാരണം ഈ പാർട്ടിക്കൽ ഇട്ട് ഈ ഫോട്ടോ എന്നിനെ ടേയന്റെ അച്ഛൻ പറയുമ്പം ജോയാണ് ദേഷ്യത്തി എടാ നീ എന്തിനാണ് ഈ ഫോട്ടോ അയച്ചു കൊടുത്തത്, ഇത്ര വലിയ പ്രശ്നം വരും പറഞ്ഞിട്ടും നിനക്ക് വേറെ ഫോട്ടോസ് ഒന്നുമില്ല കൊടുക്കാൻ എന്നിനെ ജോ ചൂടായതോടനെ ടേയന്റെ അച്ഛനും ദേഷ്യത്തി ഇപ്പൊ ഞാനാണ് കുറ്റക്കാരൻ, അന്ന് നീ എല്ലാടെ വെള്ളം അടിച്ചിട്ട് വന്ന് ബോധമില്ലാതെ അവളെ ചെന്ന് ഇടിച്ചിട്ട് കൊന്നെ, എന്നിട്ട് നീ എന്നെ പറയുന്നു എന്നിനെ ടേയന്റെ അച്ഛൻ ചൂടാകുമ്പോഴാണ് ജോയും ഞാൻ വെള്ളം അടിച്ചായിരുന്നു, പക്ഷെ അതുകൊണ്ടല്ലേ എന്റെ അസിസ്റ്റന്റ് എന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞിരുന്നത്, പക്ഷെ നീയാ നമുക്ക് 2 പേർക്കും പോകാന്ന് പറഞ്ഞ് എന്നെ ഡ്രൈവർ ആക്കിയ, അത് കാരണം ഈ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചത് എന്നിന് ഇവർ തമ്മിൽ വഴക്കാകുമ്പോഴാണ് അവസാനം ടേയങ്ങിന്റെ അച്ഛനും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നമ്മൾ തമ്മിൽ അത്രയ്ക്കും ക്ലോസ് ആയാൻ ചോദിക്കും. കാരണം ജോ ആ കമ്പനി വളർത്തിയെടുക്കാനുള്ള കാരണം ടേയങ്ങിന്റെ അച്ഛൻ ആ കമ്പനിയിലേക്ക് പൈസ ഇറക്കിയതുണ്ട്, അതുകൊണ്ട് ഇത് കാരണം എന്റെ മകന്റെ ഫ്യൂച്ചറും എല്ലാം കുഴപ്പം പറ്റുവാണ്, നിന്റെ കമ്പനി നിന്നെ ഞാൻ ഇല്ലാതാക്കുമെന്ന് അവന്റെ അച്ഛനും ജോയെ പേടിപ്പിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. Remember